എന്ന് പറഞ്ഞാൽ ആലക്കുട്ടി മാഷത്തെ തന്നെ ഒരു സുഹൃത്ത് വന്ന് ആ കൂടെ വാങ്ങിച്ച് പിന്നെ കുറച്ച് നാൾ മൂപ്പര് വയനാട്ടുകാരനാണ്. അപ്പോൾ നടത്തിപ്പൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ പാറക്കുട്ടിയിലേക്ക അത് മൂപ്പരിൽ നിന്ന് വാങ്ങിച്ച് ഇപ്പോൾ പാറക്കുട്ടിയിലേക്കയുടെ മോൻ റഫീഖ് ആണ് അവിടുത്തെ ഹെഡ് മാസ്റ്ററും മാനേജറും ഒക്കെ ആയിട്ട് പോകുന്നത്. അതാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചരിത്രം. വിദ്യാഭ്യാസമൊന്നും ഉണ്ടായില്ല. മുണ്ടക്കുറ്റി മഹലിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രദേശത്തു നിന്ന് ആദ്യമായിട്ട് 10ാം ക്ലാസ് പാസ്സാവാനുള്ള ഒരു ഭാഗ്യം എനിക്കാണ് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ ഒരു യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. ഞാനും സ്കൂൾ 4ാം ക്ലാസ്സിൽ നിന്ന് നിർത്തിയതാണ്. പിന്നീട് സ്കൂളൊന്നും പോയിരുന്നില്ല കുറേ കാലം. പള്ളി ദർസിലൊക്കെ പോയിരുന്നു. എന്താ പാലേരി അന്തർ മുസ്ലിം നമുക്ക് ഒരാൾ മുണ്ടക്കുറ്റി കാവ്യായിട്ടുണ്ടായിരുന്നു. മൂപ്പര് വന്നപ്പോൾ അവിടെ വിദേശത്തെന്ന് പറഞ്ഞാൽ അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ വന്ന് പള്ളിയിൽ ദർസ് നടന്നിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അവരുടെയൊക്കെ ചിലവുകൾ പല വീടുകളിലായിരിക്കും. ഈ പള്ളി ദർസിൽ വന്ന കുട്ടികൾ അവരവിടെ റെസിഡൻഷ്യലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ വന്ന അക്കൂട്ടത്തിൽ ഞാനും കല്ലാച്ചി മൂപ്പരുടെ മകൻ ഇബ്രാഹിം, മൂപ്പര് മരിച്ചുപോയി. ഇബ്രാഹിം മുസ്ലിയാർ ആണ് മരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾ നാട്ടുകാരായിട്ട് ഞങ്ങൾ 2 പേരും പിന്നെ പാറക്കണ്ടി അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേര് നാട്ടുകാരായിട്ട് പുറത്തുനിന്ന് വന്ന കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ദർസ് നടന്ന് അങ്ങനെ സാധാരണഗതിയിൽ പള്ളിയിൽ കാവ്യമായിട്ട് വരുന്ന ആളുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ അവർ പിരിഞ്ഞു പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നാട്ടുകാർ അവരെ പറഞ്ഞു വിടും. അല്ലെങ്കിൽ അവർ സ്വയം വേറാണെങ്കിലും കുറച്ചുകൂടി കുറച്ചും കൂടി ശമ്പളം കിട്ടുമല്ലോ, വേറെ സൗകര്യമുള്ളിടത്തേക്ക് അവർ പോകും. അങ്ങനെ ആ പള്ളി ദർസ് കുറച്ച് നാൾ നടന്നതിന് ശേഷം അന്തർ മുസ്ലിയാർ ഉസ്താദ് അവിടുത്തെ പിരിഞ്ഞു പോവാണ്. പിരിഞ്ഞു പോകുന്നത് കുഞ്ഞോത്തേക്കാണ്. അപ്പോൾ ഉസ്താദ് ഉപ്പാനോടെല്ലാം പറഞ്ഞ് എന്നെയും അതുപോലെ മമ്മൂക്കാൻ്റെ മോൻ ഇബ്രാഹിമിനെയൊക്കെ മൂപ്പരുടെ കൂടെ അവിടെ ചെന്നിട്ട് ദർസ് തുടങ്ങാം, കുഞ്ഞോത്ത് ചെന്നിട്ട് ദർസ് തുടങ്ങാം. അപ്പോൾ അവിടെ ദർസിലേക്ക് കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ദർസ് തുടങ്ങുന്നതാണ് ഞാനും ഇബ്രാഹിം, മമ്മൂക്കയും ഉപ്പയും ഞങ്ങൾ 4 പേരും കൂടെ പോയി ഞങ്ങളവിടെ അവിടെ തിരിച്ചു പോന്നു. അപ്പോൾ പള്ളി ദർസിൽ വന്ന കുട്ടികൾക്ക് പല വീടുകളിലായിരിക്കും അവരുടെ ചിലവ്, ഭക്ഷണ ചിലവ്. അപ്പോൾ രാവിലെ ഒരിടത്ത്, ഉച്ചയ്ക്ക് ഒരിടത്ത്, രാത്രി ഒരിടത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടിലെ ഒരു എൻ്റെ പ്രായത്തിലുള്ള എന്നേക്കാൾ കുറച്ചും കൂടി ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയുണ്ട്. അവിടെ സ്കൂളിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമ്മളെ തീരെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഉണ്ടായി പള്ളി ദർസിൽ വന്ന ഒരു ഭിക്ഷാന്തേഹികളായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പൊതുവിൽ അങ്ങനെയാണ്. തീരെ സാമ്പത്തികമായിട്ടൊക്കെ പിന്നാക്കം നിൽക്കുന്ന വീടുകളിൽ നിന്നുള്ള കുട്ടികളാണ് പള്ളി ദർസിൽ സാധാരണഗതിയിൽ അങ്ങനെ വരിക. അപ്പോൾ അവരോടൊരു പ്രത്യേക സമീപനമാണ്, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ. അപ്പോൾ ആ കുട്ടി എന്നോട് തീരെ ഒരു എന്താ പറയുക, നമ്മൾ വീട്ടിൽ ചെന്നാലും ഭക്ഷണത്തിനോട് ഇങ്ങനെ കാത്തു നിൽക്കണം. അപ്പോൾ നമ്മളൊരു രണ്ടാം തരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഗ്നിറ്റി ഇല്ലാത്തൊരു അവസ്ഥയിൽ ഭക്ഷണത്തെ കാത്തു നിൽക്കണം. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ശരിയാവില്ല എന്ന് മാത്രമല്ല തോന്നിയത്, അവൻ സ്കൂളിൽ പോകുന്നതുകൊണ്ടാണല്ലോ അവൻ ഈ ഗർവമൊക്കെ കാണിക്കുന്നത്. എന്നാൽ പിന്നെ എനിക്കൊന്ന് തുടർന്ന് സ്കൂളിൽ പോകണം എന്നൊരു തോന്നൽ, ഒരാഗ്രഹം ഉദിച്ചത് അവിടുന്നാണ്. അപ്പം ഞാൻ അവിടുന്ന് ദർസിന്ന് ഉസ്താദിനോട് അവധി പറഞ്ഞിട്ട് പുറയിലേക്ക് പോകുന്നത്. ഞാനും പ്രായം തിരിച്ച് ചെല്ലില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ തിരിച്ച് പോയില്ല. അങ്ങനെയാണ്. അപ്പോൾ 4ാം ക്ലാസ് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞു. എന്നുവെച്ചാൽ അന്ന് എനിക്ക് 15 വയസ്സ്, SSLC ആവേണ്ട പ്രായമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഇനിയിപ്പോൾ എങ്ങനെ സ്കൂളിൽ പോകാമെന്നായി, നമ്മളൊന്ന് സ്കൂളിൽ പറഞ്ഞു വിടാനൊന്നും ആരുമില്ലല്ലോ. അപ്പം ഞാൻ ആലിക്കുട്ടി മാസ്റ്ററെ കണ്ടിട്ട് എൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്കിങ്ങനെ സ്കൂളിൽ പോകണം, പഠിക്കണമെന്ന്. അങ്ങനെ മൂപ്പര് ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പടിഞ്ഞാറത്തറ AUP സ്കൂളിൽ അന്ന് ശേഖരൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരാളാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ. കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് TC തന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ തനിച്ചാണോ പോയത്, അന്ന് പോകുമ്പോൾ കുഞ്ഞിക്കെ കൊണ്ട് എൻ്റെ ഇവിടെ വന്നിരുന്നോ എന്ന് എനിക്കൊരു ഓർമ്മയില്ല. എന്തായാലും അവിടെ പോയി ചേർന്നു. അങ്ങനെ പോയിട്ട് പിന്നെ സ്കൂളിൽ ചേർന്നു. അപ്പോൾ നമ്മൾ മുണ്ടക്കുറ്റിയിൽ നിന്ന് പടിഞ്ഞാറത്തറ നടക്കണം, പടിഞ്ഞാറത്തറ സ്കൂളിൽ വരെ നടക്കണം. എന്ന് വെച്ചാൽ 6-7 കിലോമീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ നടക്കാൻ തന്നെ നല്ല വഴിയില്ല, റോഡില്ല. ഇതുപോലത്തെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പടവരമ്പത്തൂടെ മുളിയമ്പലൂടെ എന്നാണ് പറയാം. അപ്പോൾ ഈ മുളിയമ്പ കൂടെ ഇങ്ങനെ നടന്നിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ചെളിയാണ്. ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത് പറയുന്നത് തന്നെ അവർക്കൊരു ബോറടി ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പ് ചെളിയിലേക്ക് പോയാൽ പിന്നെ കാലും കിടക്കുമ്പോൾ ചെരുപ്പ് അവിടെയായിരിക്കും, കാല് മാത്രം ഇങ്ങ് പോരും. അങ്ങനെയുള്ള ചെളിയും അങ്ങനെ നടന്നു പോകണം.
എന്നാലും അത് കുറേ കുട്ടികളുണ്ട്, മുണ്ടകുറ്റിയിൽ നിന്ന് കുറേ കുട്ടികളുണ്ട്. പേര് സൂപ്പി പഞ്ചാര അവിടുന്ന് പിന്നെ കുട്ടികൾ, നമ്മൾ കാരണവരുടെ മൊയ്തുട്ടി, കട്ട്യാണ് മമ്മൂട്ടി, കളത്തിൽ അബൂബക്കർ, അങ്ങനെ കുറേ പേര് ഉണ്ട്. നമ്മൾ സംഘമായിട്ടാണ് പോവുക. അപ്പം ഞാനിത്തിരി പ്രായം കൂടുതലുള്ള ആളാണ്. എനിക്കന്ന് ഞാൻ പറഞ്ഞല്ലോ, നിർത്തി ഒരു 15 വയസ്സിലാണ് ഞാൻ 5ാം ക്ലാസ് തുടങ്ങുന്നത്. 5ാം ക്ലാസ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ പേര് സൂപ്പി പ്രായം അറിയില്ല, പക്ഷെ കുറച്ച് ശരീര വളർച്ചയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ കളിയാക്കും, ഞങ്ങളെ കളിയാക്കും. വാപ്പയും കുട്ടികളും പോടുന്ന പറയാം. ആൾക്കാരെല്ലാം കളിയാക്കി നിരാശപ്പെടുത്തും. നമ്മളതൊന്ന് മൈൻഡ് ചെയ്യില്ല, വേറെ കാര്യം. അങ്ങനെ ആണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പടിഞ്ഞാറത്തറ UP സ്കൂളിൽ ഏറ്റവും ദൂരം കൂടുതലുള്ള സ്ഥലത്തുനിന്ന് പോകുന്നത് ഞങ്ങളാണ്. പക്ഷേ മിക്കപ്പോഴും സ്കൂളിൽ ആദ്യം എത്തുന്നതും ഞങ്ങളായിരിക്കും. അപ്പം അങ്ങനെയാണ് ആ പഠിത്തത്തിൻ്റെ ഒരു തുടക്കം. രണ്ടാമത് ഒരു എന്താ പറയുക, പുനർവിദ്യാഭ്യാസം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവിടെ തുടങ്ങിയിട്ട് ആണ് പിന്നീട് പടിഞ്ഞാറത്തറന്ന് വെള്ളമുണ്ട ഹൈസ്കൂളിലേക്ക് പോയത്. അവിടുന്ന് 10ാം തരം പാസ്സാവുന്നത്. 10ാം തരം പാസ്സായിട്ട് പിന്നെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രദേശത്ത് നിന്ന് 10ാം തരം പാസ്സായി എന്ന് മാത്രമല്ല, അന്ന് ഞങ്ങളുടെ ബാച്ചിൽ 3 കുട്ടികൾക്കാണ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നത്. വെള്ളമുണ്ട ഹൈസ്കൂളിൽ 3 കുട്ടികൾ, ഒന്ന് എനിക്കും പിന്നെ വേറെ 2 പേർക്ക്, ഒരു മോഹനും ബാസും. അങ്ങനെ ഞങ്ങൾ 3 പേർക്ക് മാത്രമാണ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നത്. 10ാം ക്ലാസ് 4 ക്ലാസ് ഉണ്ട്. ഏതാണ്ട് 160 കുട്ടികൾ അന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടുണ്ട് അവിടെ. അങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ പോയി. ഫറൂഖ് കോളേജിൽ പോകുമ്പോൾ അങ്ങനെ ഒരു പ്രോത്സാഹനമൊന്നുമില്ലല്ലോ. അപ്പം ഫറൂഖ് കോളേജിൽ പോയി ആപ്ലിക്കേഷനൊക്കെ വാങ്ങിച്ച് ഫില്ല് ചെയ്തൊക്കെ കൊടുത്ത് പിന്നെ ആപ്ലിക്കേഷൻ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നതിൻ്റെ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ആ ലാസ്റ്റ് ഡേറ്റിന് പോകാൻ പറയുന്ന പൈസ കിട്ടിയില്ല. അത് പിന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ കിട്ടിയില്ല, പോകാൻ പറ്റിയില്ല. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ആപ്ലിക്കേഷൻ അവിടെ കൊണ്ടു കൊടുക്കുന്നത് ഫറൂഖ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ. അപ്പോൾ പിന്നെ അന്ന് പുല്ലമ്പി ഉസ്മാൻ എന്നാണ്, KP ഉസ്മാൻ അഡ്വക്കേറ്റ്, മൂപ്പരൊക്കെ അന്ന് ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് ഫസ്റ്റ് ക്ലാസ്സിനൊക്കെ വലിയ വിലയാണ്. അതുകൊണ്ട് വേറെ കോളേജിലൊന്നും കൊടുത്തില്ല. അവിടെ കൊടുത്താൽ ഉറപ്പായിട്ടും അവിടെ തന്നെ അഡ്മിഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. നമ്മൾ വലിയ വിശ്വാസത്തിൽ ഇപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് പ്രീ ഡിഗ്രിയുടെ അഡ്മിഷനൊക്കെ നടക്കുന്ന സമയം കഴിഞ്ഞിട്ട് നമുക്കൊരു വിവരമില്ല, ഒരു കാര്യമില്ല. അങ്ങനെ ബേജാറായി അവിടെ ചെന്ന് ഓഫീസിൽ ചെന്നപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് കൊടുത്താണ്. അതുകൊണ്ട് അത് പരിഗണിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ വീണ്ടും അവിടെ സ്റ്റോപ്പാകുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസമാണ് സ്റ്റോപ്പാകുകയാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യാം, ഒന്നും ചെയ്യാൻ അറിയില്ല. അപ്പോൾ KP ഉസ്മാൻ, ഞാൻ പറഞ്ഞല്ലോ വക്കീൽ ഉസ്മാൻ, അന്ന് അവിടെ കോളേജ് യൂണിയൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഉസ്മാൻ അറിയാമെന്ന നേരത്തെ ഒരു പരിചയമുണ്ട്. അപ്പോൾ വലിയ സങ്കടമായി, അവർക്കും വിഷമമായി. 10ാം ക്ലാസ് കഴിഞ്ഞെന്നല്ല, ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടെന്നിട്ട് കിട്ടിയില്ലല്ലോ എന്നായി. അപ്പോൾ ഉസ്മാൻ ഞാനും കൂടെ അന്ന് ജലീൽ എന്ന് പറയുന്ന ഒരാളാണ് ഫറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പൾ. ജലീൽ സാറിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ സംഗതികളൊക്കെ പറഞ്ഞ്, അപ്പോൾ കുറേ ചീത്തയൊക്കെ പറഞ്ഞ്, നമ്മളാൾക്കാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ അന്ന് എനിക്കാണെങ്കിൽ സയൻസ് ഗ്രൂപ്പ് കിട്ടുകയും വേണം. ഡോക്ടറാണെന്നാണല്ലോ അന്നത്തെ ആഗ്രഹം. സയൻസ് ഗ്രൂപ്പ് കിട്ടുകയും വേണം. അപ്പോൾ പിന്നെ ഒരു നിവൃത്തിയില്ല, അഡ്മിഷനൊക്കെ ഫുള്ളായിട്ടുണ്ടല്ലോ. അപ്പോൾ SS ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഫറൂഖ് കോളേജിൽ ഒരു ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലിൽ നല്ല പൈസയൊക്കെ ഉള്ള കുട്ടികൾ മാത്രം താമസിക്കുന്ന കുറച്ചും കൂടി ചിലവ് കൂടിയ ഹോസ്റ്റലാണ്. അവിടെ തിരൂരങ്ങാടിയുള്ള ഒരു DYSPയുടെ മകൻ പഠിക്കുന്നുണ്ട്. അവനെ സീനിയേഴ്സ് എല്ലാം കൂടെ റാഗ് ചെയ്തു.